ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് വെറും 2 മിനിറ്റിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവട്ടത്. കുറച്ച് ക്യാബേജും ക്യാരറ്റും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മളിതിൽ എണ്ണയിലൊന്നും മുക്കി പൊരിച്ചെടുക്കാത്ത നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പോളം കേബേജ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പിക്ക് കേബേജ് ആണ് കേട്ടോ കൂടുതൽ വേണ്ടത്. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ വളരെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതും കൂടെ ഈ ഒരു കേബേജിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഇനിയും ഇതിലേക്ക് ചേരുവകൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പൊക്കെ എല്ലാം കണ്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു റെസിപ്പി നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിതിവിടെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ശേഷം കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഉപ്പും കുരുമുളക് പൊടിയൊക്കെ എല്ലായിടത്തും ആവുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് യോഗേർട്ട് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ യോഗേർട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പുളിയില്ലാത്ത തൈരാണെങ്കിൽ ചേർത്ത് കൊടുക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഞാനതിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല, യോഗേർട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മയോണൈസ് ആണ്. അപ്പോൾ ഞാനിവിടെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള മയോണൈസ് ആണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയായിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. മുമ്പ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ പറയുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ആവശ്യമുണ്ട്. അത് ഞാൻ മയോണൈസിൽ ചേർത്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മയോണൈസ് കുറച്ച് ലൂസായിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണാണ് കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കെച്ചപ്പ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ KFCയുടെ ഒക്കെ കൂടെ കഴിക്കാൻ കിട്ടുന്ന കോൾസ്ലോ ആണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് കുട്ടികൾക്കൊക്കെ സാൻഡ്വിച്ച് ബ്രെഡിൻ്റെയോ ഇതുപോലെ നോർമൽ ബ്രെഡിൻ്റെയോ അതല്ലെങ്കിൽ ബണ്ണിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്തിട്ട് കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. ഒരു ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല ഇഷ്ടത്തോടെ അവർ സാൻഡ്വിച്ച് കഴിക്കും ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്